പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തന്റെ ദിവസം അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനം സമാധാനം ആശംസിക്കുന്ന അളിച്ച കർത്താവേ, നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവേ, ഈ സമാധാനം അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവേ. അവർ ചെല്ലുന്ന ഓഫീസുകളിൽ അവിടെ
ഇടപാടുകൾ കഴിയുമ്പോൾ അവർക്ക് സമാധാനം നിറയട്ടെ കർത്താവേ. കർത്താവെ, ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിൽ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയട്ടെ കർത്താവേ. കർത്താവ്, നിൻ്റെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുൾക്കിരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തീവ്രാലും മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരചരണങ്ങളെ ആണിപ്പടുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുടുംബം ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കാനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്കിന്ന് മുഴുവനും നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ്, ശരീരം, ആത്മാവ്, ബുദ്ധി, ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആർദ്രമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ രോഗപീഠകളെ വലയുന്നവർ, മാനസിക പീഡകളെ വലയുന്നവർ, ഉറക്കമില്ലാത്തവർ, ഇന്നലെ രാത്രി പല കാര്യങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ, ആ വിഷയങ്ങളെല്ലാം എപ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നത് അപ്പോൾ മഞ്ഞ് മേഘങ്ങൾ തുരത്തപ്പെടുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഉദ്യമത്തിന് വേണ്ടി പോകുന്നവർ, തൊഴിൽ സംരംഭത്തിന് വേണ്ടി പോകുന്നവർ, പഠന പരീക്ഷ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, വസ്തു, വെള്ളം, വഴി, വെളിച്ചം, വീട് മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, അത് ദൂരയാത്രയ്ക്ക് പോകുന്നവർ, ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ഗർഭസ്ഥമായ അവസ്ഥകളിൽ അവരനുഭവിക്കുന്ന വ്യത്യസ്തമായ പീഡകൾ, പ്രയാസങ്ങളിലെല്ലാം അവർക്ക് ഈശോയുടെ വിശുദ്ധമായ രഥത്താൽ സമ്പൂർണ്ണമായി സംരക്ഷണം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരെ, പ്രസവത്തിന് ഡേറ്റ് കുറിച്ചവർ, മനസ്സമ്മതത്തിന് ഡേറ്റ് കുറിച്ചവർ, കല്യാണത്തിന് ഡേറ്റ് കുറിച്ചവർ, അങ്ങനെ വ്യത്യസ്തമായി കാര്യങ്ങൾക്ക് ഡേറ്റ് കുറിക്കപ്പെട്ടിരിക്കുന്നവർ ആ ഡേറ്റിൽ ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കപ്പെടുവാൻ അരിയറില്ലാതെ റെക്കോർഡ് എഴുതുന്നവരെ, അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവർ, അതുപോലെ ഉണ്ടായിരുന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സ് മടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയും എന്തിനു വേണ്ടി നീ പേടിക്കുന്നത്, ആ പേടിക്കുന്ന വിഷയം, എന്തിനു വേണ്ടി നീ ആരെയാണ് നീ പേടിക്കുന്നത്, ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഹീഡിയസ് ആൻഡ് ടീഡിയസ് ടാസ്ക്. ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ്. കാര്യം ദൈവം ഒരു അപ്രാപ്യമായ ദീപ്തിപൂരത്തി വാണരുളുന്ന അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് പോലെ ഒരു പ്രതിഭാസത്തെ അല്ല സ്നേഹിക്കുന്നത്. ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു എന്ന് തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ദൂരങ്ങൾ കുറക്കുന്നത്. ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മുടെ പരിശുദ്ധ ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലളിതമായ റിലേഷൻസ് സാധ്യമാണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാനൊക്കെ ഓർക്കണത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പോൾ ഈ വണക്കമാസം കടസിയാണ് ഇന്ന്. ഇപ്പോൾ വണക്കമാസം കടസിയിൽ പണ്ട് ഞാൻ എല്ലാ വീടുകളിലൊക്കെ പോയി കുടുംബത്തിലുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല, എല്ലാവർക്കും വായിക്കാൻ അറിയത്തില്ല നാട്ടിലെ എല്ലാവർക്കും. അപ്പോൾ വായിക്കാൻ അറിയുന്നവരെ 15 ഉണ്ട്. അറിയാൻ പാലാത്ത വീടുകളിൽ പോയിട്ട് വണക്കം വായിച്ചു കൊടുക്കും. കൊന്തയിലുണ്ട് ഇവിടെ കൂടും, അവിടെ പോയിരുന്ന് പാട്ട് പാടും. അപ്പോൾ അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുനാളിലുള്ള ഈ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു സ്നേഹമായിട്ട് അമ്മ എടുത്തു കാണും. അങ്ങനെയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം വരെ എത്തുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല ശരിക്കും. പിന്നെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ തൈത്തെങ്ങന്ന് ഓലയുടെ ഈ ഓലയില്ലേ, ഓലപ്പീലി, ഓലപ്പീടി അറ്റത്ത് ഒരു ചെറിയ നാരുണ്ടല്ലോ, അത് പൊട്ടത്തില്ല. അതിങ്ങനെ വലിച്ചു പറിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു പുന്നുണ്ടാകും. പുന്നെ നിറച്ച് പൂക്കളുണ്ടാവും. മുല്ലപ്പൂവിൻ്റെ മണം പോലെയാണ് പുന്നപ്പൂവിൻ്റെ മണവും. അത് നമുക്ക് കയറി പറിക്കാമെന്ന് പറ്റില്ല, ഭയങ്കര ഉയരത്തിലായിരിക്കും. പക്ഷേ താഴെ വീണ് കിടക്കും. താഴെ വീണാലും രാത്രി മഴ പെയ്താലും അത് മണ്ണടിഞ്ഞു പോയാലും അതിൻ്റെ മണം പോകത്തില്ല. അപ്പോൾ എനിക്ക് ഈ 4ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഉള്ള പരിപാടി ഇത് ഈ സമയത്ത് പോയി മെയ് മാസത്തിൽ പോയി ഈ പുന്നപ്പൂവൊക്കെ മണ്ണിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞ് തോട് അവിടെ ഒഴുകുന്നുണ്ടാകും, തെളിനീരില്ലേ.
ഞാനും പുന്നപ്പൂവെല്ലാം അവിടെ കഴുകിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേലിട്ട്, എന്നിട്ട് ഈ ഓലയുടെ നാര് കൊണ്ട് കോർത്ത് മാതാവിൻ്റെ, എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ എടുത്താണ് കോർക്കണത്. എന്നിട്ട് മാതാവിൻ്റെ രൂപമുണ്ട് വീട്ടിൽ, ആ രൂപത്തിലിടും. ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, മനോഹരമായിട്ട് നോക്കി വയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പ്രവർത്തനങ്ങളാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്യണതാണ്, ഞാൻ മാത്രമല്ല, എല്ലാവരും ചെയ്യും. എൻ്റെ ആ പ്രായത്തോടെ എല്ലാവരും ഇതൊക്കെ ചെയ്യണമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവരെ പഠിപ്പിക്കണം നമ്മളിതൊക്കെ. കാര്യം ദൈവമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ, ബന്ധം സ്നേഹിച്ച് തന്നെ നമ്മളീ ഇപ്പോൾ ചിലർ പറയും, എനിക്കെതിരെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല, ഞാനിങ്ങനെ മാതാവിൻ്റെ ആൾക്കാർ തരുന്ന അപേക്ഷയും സങ്കടമൊക്കെ മാതാവിൻ്റെ രൂപത്തിനെടുത്ത് മുമ്പ് കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരുത്തനത് കണ്ടിട്ട് പറയുന്നത് വിഗ്രഹാരാധന. എന്ത് നോൺസെൻസാണെന്നറിയാമോ? അതായത് നമ്മളെ സംബന്ധിച്ചത് ഇതുപോലുള്ള തിരുസ്വരൂപങ്ങളൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ആ അടയാളത്തിൽ നമ്മളിത് കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ യഥാർത്ഥ മാതാവിൻ്റെ സന്നിധിയായി സമർപ്പിക്കുന്നത്. അതിനൊരു പ്രതീകം മാത്രമാണ് ഇതൊക്കെ. പക്ഷേ അത് ആ എക്സ്പ്രഷൻസ് ഓഫ് ലവ് ഇല്ലേ, അത് പല തരമാണ് ശരിക്കും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വചനം എടുത്ത് കിസ് ചെയ്യണത്? അത് കർത്താവിൻ്റെ വചനവും കർത്താവിനെ പോലെ തന്നെ വിലയുള്ളതും ആണ്. അപ്പം അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണമെങ്കിലും അത് അതീവ സ്നേഹത്തോടെ ചെയ്യണം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കുറേ നാൾ സ്നേഹപ്രവർത്തികൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ദൈവം നമ്മളെ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ഇന്നത്തെ രീതിയിൽ എത്താൻ കഴിയും. അന്ന് അദ്ദേഹം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയാണ്. കാര്യം ഈ മദറിലൂടെയാണ് അവരെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ മരിച്ചുപോയി. പിന്നീട് 9ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ അമ്മയടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ ക്രോക്കോയിൽ ഇടവകപ്പള്ളിയിൽ വന്നിട്ട് ദേവാലയത്തിൽ അപ്പം കാണിച്ചിരിക്കുന്ന സ്വന്തം അമ്മ മരിച്ചു പോയപ്പോൾ ദേവമാതാവിനാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ ദേവമാതാവിനോടെല്ലാം പറഞ്ഞ് അവസാനം അതൊരു ബന്ധമായി മാറി. ഏറ്റവും എനിക്കുള്ളത് നമ്മുടെ ദൈവകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിലേഷൻ സ്ഥാപിക്കാൻ പറ്റിയ ഒരാൾ അമ്മയാണ്. അമ്മയായിട്ട് റിലേഷൻ സ്ഥാപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈശോയുമായിട്ട് റിലേഷൻസ് വരും. അമ്മ നമ്മളെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരും. അമ്മയുടെ ജീവിത ദൗത്യം തന്നെ ഈശോൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയോട് വന്ന് അമ്മ പറയണത്, ആ കുടുംബത്തെ മൊത്തം, ആ സമൂഹത്തെ മൊത്തം, ശിഷ്യന്മാരെ മൊത്തം അമ്മ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഷീസ് ദ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ്. കാര്യം അത് എല്ലാവരെയും ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി ആൾക്കാർ എടുക്കുന്നത്. ചില ആൾക്കാർ ഉടമ്പടിയുടെ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ചില ആൾക്കാർ ഉടമ്പടിയുടെ വ്യക്തിയൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഈശോയാണ് ശരിക്കും. ഇപ്പോൾ ഈശോൻ്റെ അടുത്ത് ഈ ലോകത്തെയും നിൻ്റെ കോണ്ടാക്റ്റിലുള്ളവരെ നിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നിന്നെ സഹായിക്കുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ ഈശോൻ്റെ അടുത്ത് ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടി, ലോകത്തിന് ഈശോനെ കൈമാറാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മ സ്തുതിക്കപ്പെടണം, അതുകൊണ്ട് തന്നെ അമ്മ വണങ്ങപ്പെടണം. അതുകൊണ്ട് ഒരു മാസം തന്നെ അമ്മയുടെ വണക്കത്തിന് വേണ്ടി സഭ സ്ഥാപിച്ചത് ഇന്ന് അവസാനിക്കുകയാണ്. ഇതിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്ത് ഒത്തിരി പേരുണ്ട്, ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. വണക്കമാസം. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വണക്കം നിങ്ങൾ ആത്മാർത്ഥത കൂടണം. ഞാൻ, അലക്സച്ചൻ, ജോമോൾ എല്ലാവരും ഞങ്ങളുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഇന്ന് നിങ്ങൾക്ക് സന്ദേശം കൈമാറുന്ന ദിവസമാണ്. കർത്താവ് ഇന്നത്തെ ദിവസം മുഴുവൻ, ഇന്ന് ശനിയാഴ്ച കൂടിയാണ്, ആർക്കെങ്കിലുമൊക്കെ അമ്മയുടെ പേരിൽ ദാനം കൊടുക്കണം. അതായത് നമുക്ക് അമ്മ വഴി ഈശോയിലേക്ക് വരികയാണല്ലോ നമ്മുടെ ഉദ്ദേശം. മത്തായി 25:40 ദാനധർമ്മം വഴിയാണ് നമ്മൾ ഈശോയിലേക്ക് വരുന്ന ഒരു അടയാളമാണ്. ആ മത്തായി 25:40 വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതാണ് സംഭവം. അപ്പം ഇതാണ് ശനിയാഴ്ച ദാനധർമ്മത്തിൻ്റെ ദിവസമാണ്, മാതാവിൻ്റെ ഭക്തന്മാർക്കെല്ലാം. പക്ഷെ അതങ്ങ് നമ്മൾ ചെയ്യുമ്പോൾ
അത് ഈശോയ്ക്ക് തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പം അത് ഇന്നത്തെ ഒരു സൽക്രിയയായിട്ട് എടുക്കാം. നമുക്കുള്ളത് ഇല്ലാത്തവരുമായിട്ടത് പങ്കുവെച്ചുകൂടി നല്ല വെടിപ്പോടെയും സന്തോഷത്തോടെയും വണക്കത്തിനണയുക. 5:15 മണിയാകുമ്പോൾ വണക്കം ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിന്ദു, ഇത് ജോഹാൻ എൻ്റെ മകനാണ്. ഞങ്ങൾ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ യു കെയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ചിലാണ്. 2009 ഞാൻ 2010 ഞാൻ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിരുന്നു. ആ സമയത്ത് ഞാൻ പോയിരുന്നത് അവിടെ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 2009 പോയതെങ്കിലും പക്ഷേ അവിടെ നിയമം ആ സമയത്ത് വർക്ക് വിസ നിർത്തലാക്കുകയും അത് മുഖാന്തരം എനിക്ക് 2013 തിരിച്ചു വരേണ്ടി വരികയും ചെയ്തു. 2013 എൻ്റെ ആഫ്റ്റർ മാരേജ് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കാനഡ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പല പ്രൊവിൻസിലേക്ക് മാറി ഞങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ പേയ്മെൻറ്റും അടച്ചിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 6 lakhs പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുടക്കി. പക്ഷേ എല്ലാം ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്കത് പ്രതീക്ഷയില്ലാതെ പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിരാശയിലോ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ സമയത്ത് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് കൃപാസനത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അവരെനിക്ക് ഒരു നമ്മളുടെ കൃപാസനം പത്രമാണ് തന്നിരിക്കുന്നത്. ഞാൻ അതിലെല്ലാ സാക്ഷ്യങ്ങളും വായിക്കും. അങ്ങനെ ഞാൻ 2022 ഞാനപ്പോൾ 2021 നമ്മളുടെ കെയർ വിസ യു കെയിലെ കെയർ വിസ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞാനത് പല ഏജൻസി ത്രൂ ഞാനിങ്ങനെ കെയർ വിസയിലേക്ക് പോകാനായിട്ട് നോക്കി. അങ്ങനെ പല ഏജൻസീനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് ഏകദേശം 10-15 ലക്ഷം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. ഞാൻ അങ്ങനെ 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ദൈവാദിനത്തിൽ എനിക്ക് ആ 2 ഇൻ്റർവ്യൂവിലും ഞാൻ പാസ്സായില്ല. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. മാർച്ചിൽ ഞാൻ ഇവിടുന്ന് പോയി. ഒരാഴ്ച കഴിഞ്ഞില്ല, എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്, ബിന്ദു ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കത് ഏത് വാട്സപ്പ് നമ്പറാണെന്നോ ആരാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ അയച്ചു കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് പെട്ടെന്ന് നീങ്ങുകയാണ്. അപ്പോൾ ഞാനത് എനിക്ക് ആരാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ ആ ഏജൻസി എന്നെ വിളിച്ചു 2-3 പ്രാവശ്യം. അവർ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ആര് ത്രൂ ആണ് ബിന്ദു ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആരുടെയും പേര് പറയാൻ അറിയില്ല. ഞാനപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കറിയത്തില്ല, എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതായിരിക്കുമെന്ന് ഞാനിങ്ങനെ പറയുകയാണ്. എനിവേ ആ പ്രോസസ്സ് എൻ്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. എൻ്റെ അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് വേഗം തന്നെ നടന്നു. എനിക്ക് ജൂൺ മാസമായപ്പോഴേക്കും എനിക്ക് യു കെയിലേക്ക് പോകാനായിട്ട് വിസ ലഭിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇൻറ്റൻഷൻ ചെയ്ത സമയത്ത് ഒന്ന് എനിക്ക് യു കെയിലേക്ക് പോകണം എന്നുള്ളതും രണ്ടാമത് എനിക്ക് നേഴ്സായി അവിടെ ജോലി ചെയ്യണം എന്നുള്ള 2 ഇൻറ്റൻഷനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ യു കെയിലേക്ക് ഞാൻ 2022 ജൂൺ 30 ഞാൻ ഇവിടുന്ന് യു കെയിലേക്ക് ചെന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമാണ്. ആക്ച്വലി അന്ന് യു കെയിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു, നമ്മൾ നേഴ്സിംഗ് ഹോമിൽ നേഴ്സായി വർക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മളുടെ നേഴ്സിംഗ് ഇതുണ്ടെങ്കിൽ യു കെയിൽ നേഴ്സായിട്ട് നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളുടെ എക്സാംസൊക്കെ ക്ലിയർ ചെയ്താൽ വിത്ത് പെർമിഷനോടുകൂടി നമുക്ക് നേഴ്സ് ആവാനുള്ള ഒരു ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെന്നു. പക്ഷേ ഞാൻ ചെന്ന സ്ഥലം എൻ്റെ മാറി റെസിഡൻഷ്യലാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചെയ്താൽ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല, എൻ്റെ പിൻ നമ്പർ കിട്ടത്തില്ല. ഞാനപ്പോൾ പല പ്രാവശ്യം എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിക്കുകയാണ്. ഇവരുടെ തന്നെ കെയർ ഹോംസ് ഉണ്ട്, നെക്സ്റ്റ് ഓപ്പോസിറ്റ് കുറേ കെയർ ഹോംസ് ഉണ്ട്, അവർക്ക് 3 കെയർ ഹോംസ് ഉണ്ട്, അത് നേഴ്സിംഗ് ഹോംസ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, എന്നെ ഈ നേഴ്സിംഗ് ഹോമിലേക്ക് ഒന്ന് മാറ്റിത്തരുമോ, എനിക്ക് ഈ നേഴ്സ് ആവാനും പിൻ നമ്പർ ലഭിക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിക്കുകയാണ്. 3-4 തവണ ഞാനിങ്ങനെ ചോദിച്ചു. പക്ഷേ എനിക്ക് അതിൻ്റെ എല്ലാം ഫലം അവർ ഡിക്ലൈൻ ചെയ്യുകയാണ്. അതൊരു ഇംഗ്ലീഷ് കെയർ ഹോമാണ്, അവർ ഡിക്ലൈൻ ചെയ്തു. അതിനുശേഷം ഞാനങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ 1 വർഷം തികഞ്ഞു. 1 വർഷം തികഞ്ഞ സമയത്ത് ഞാനപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഉടമ്പടി കാശുരൂപവും ഉടമ്പടിയിലാണെങ്കിലും ഉടമ്പടി എൻ്റെ തീർന്നെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല. പക്ഷേ ഞാൻ കാശുരൂപം എപ്പോഴും മാതാവിനെ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എവിടെയും പോയിക്കൊണ്ടിരുന്നത്. ഡ്യൂട്ടിക്കാണെങ്കിലും എവിടെയും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ
പ്രാർത്ഥിച്ചു. ഒത്തിരി ഇതിന് വേണ്ടി, ഈ ഇൻറ്റൻഷന് വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമാണ്. അതിനകത്ത് അത്യാവശ്യം 10-25 റെസിഡൻസ് ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മാനേജർ പറയുകയാണ്, നമ്മളുടെ ഫയറിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഈ കെയർ ഹോം പൂട്ടുകയാണ്, പകരം നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവരുടെ തന്നെ ബ്രാഞ്ചിലുള്ള നെക്സ്റ്റ് നഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പല തവണ ചോദിച്ചിട്ടും എനിക്ക് ഡിക്ലൈൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എനിക്കതിലൂടെ സാധ്യമായി കിട്ടിയത്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ അവിടെ ഓപ്പറേഷണൽ ഡയറക്ടറായിട്ട് വന്നിരുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അവരോട് ഞാൻ എൻ്റെ ഓസ്കി ക്ലിയർ ചെയ്യുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അപ്പോൾ അന്ന് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പുള്ളി അന്ന് എനിക്ക് ഓക്കെ പറയുകയും ബിന്ദു പ്രൊസീഡ് ചെയ്യൂ എന്ന് പറയുകയും ചെയ്തു. ഞാൻ എൻ്റെ NMCയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ NMC പ്രോസസ്സ് ചെയ്തു. അങ്ങനെ എൻ്റെ അതെല്ലാം സ്മൂത്തായി നടന്നു. അങ്ങനെ ഞാൻ 2024 മാർച്ചിൽ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ നേരത്ത് ഒന്നും കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ എക്സാമിന് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നമ്മളുടെ ഉപ്പോ എണ്ണയോ അങ്ങനെ ഒന്നും എൻ്റെ കയ്യിലില്ല, ആകെ കാശ് രൂപം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നെ ആഗ്രഹിച്ചു, എനിക്ക് ഇച്ചിരി ഉപ്പ് കിട്ടിയാലും നന്നായിരുന്നു പരീക്ഷയ്ക്ക് പോകാൻ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിലെ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉപ്പ് കിട്ടുകയും ഞാൻ ആ ഉപ്പ് മേടിച്ച് നമ്മളുടെ എക്സാം ഹാളിൻ്റെ പുറത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ ഇടുകയും ബാക്കി ഞാൻ കഴിക്കുകയും ചെയ്തു. എൻ്റെ എക്സാം പാസ്സായി. ഞാൻ അങ്ങനെ എക്സാം പാസ്സായി. എൻ്റെ ആ പ്രോസസ്സ് അങ്ങനെ സ്മൂത്തായി നടന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോസസ്സ് ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് ഒരു രീതിയിലും എനിക്ക് NMCന്ന് റിപ്ലൈ കിട്ടുന്നത് ഭയങ്കര പിൻ നമ്പർ കിട്ടുന്നേയില്ല. ശരിക്കും 3 മാസം കൊണ്ട് കിട്ടേണ്ടതാണ് പിൻ നമ്പർ, പക്ഷേ എനിക്ക് കിട്ടുന്നേയില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞ വർഷം ഞാൻ 2024 ഞാൻ ഇവിടെ വരുമ്പോൾ പിൻ നമ്പർ കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറയാവുന്ന രീതിയിലാണ് വന്നത്. പക്ഷേ എനിക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടായില്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ ഇവിടെ വന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഈ സെയിം മാസത്തിൽ വന്നു. 24-ാം തീയതി ഞാൻ ഓൺലൈൻ ഇവിടെ ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ പേപ്പർ കാണാത്തതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ഒന്നും കൂടി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഉടമ്പടി എടുത്തു. ഞാൻ പിന്നെയും UK പോയി. പിന്നെയും പ്രോസസ്സ് അങ്ങനെ തന്നെ ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല. ഇങ്ങനെ എപ്പോഴും ഭയങ്കര തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ അവിടെ പാരിഷ് ഒരു സെൻറ്റ് മേരീസ് ചർച്ചാണ്. അവിടെ ഒരു മാതാവിൻ്റെ ഒരു പാരിഷുണ്ട്, ബിഹോൾഡ് ദ മദർ. ഞാൻ ഏത് സമയവും അവിടെ പോയിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിച്ച് എനിക്ക് നേരം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ 2-3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്തായിരുന്നു ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ കാശ് രൂപം കൊന്തയും കൊണ്ടുവരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കാശ് രൂപം കാണുന്നില്ല. അതപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവിടെ നിന്ന് എനിക്ക് മിസ്സായെന്ന്. അതൊരു 65 റൂമുള്ള ഒരു വലിയൊരു കെയർ ഹോമാണ്. ഞാൻ അവിടെ ഈ കാശ് രൂപം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയാണ് എൻ്റെ കാശ് രൂപം. പക്ഷെ കാശ് രൂപം പോയതോടുകൂടി എൻ്റെ പകുതി ജീവനാണ് പോയത്. കാരണം എനിക്കത് അത്രയും വലിയ പ്രഷ്യസ് ആയൊരു കാര്യമായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ ചെന്നു. അവിടെ എല്ലാം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. 2-3 ദിവസം ഞാൻ ഒരു ദിവസം ഓഫ് എടുത്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എനിക്ക് പിൻ നമ്പർ തന്നില്ലെങ്കിലും വേണ്ടിയില്ല, എൻ്റെ കാശ് രൂപം എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ പല ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, മാതാവ് നിൻ്റെ കാശ് രൂപം കിട്ടും, അതോടുകൂടി നിൻ്റെ പിൻ നമ്പറും കിട്ടുമെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനൊരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലമൊക്കെ ഞാൻ 10 പ്രാവശ്യത്തോളം നോക്കിയിട്ടുണ്ട്. എനിക്ക് മാതാവിൻ്റെ കാശ് രൂപം അവിടെ കിടന്ന് കിട്ടുകയാണ്. ഞാനത് വേഗം പോയി എടുത്തു. എനിക്ക് അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ പിൻ നമ്പർ വരാറായെന്ന്. എൻ്റെ ഉടമ്പടി തീരുന്നതിൻ്റെ 90-ാമത്തെ ദിവസം എനിക്ക് മെയിൽ വരികയും എൻ്റെ പിൻ നമ്പർ എനിക്കത് ദൈവം പരിശുദ്ധ അമ്മ എനിക്കത് സാധ്യമാക്കി തരികയും ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഈ വർഷം
6th സ്റ്റാൻഡേർഡിൽ നിന്ന് ഈ സെപ്റ്റംബർ ആകുമ്പോൾ 7th സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. അപ്പോൾ ഇവർക്ക് ഒരു 6th സ്റ്റാൻഡേർഡിൽ ഒരു എക്സാം ഉണ്ട്, സാറ്റ് എക്സാംസ്. അപ്പോൾ ഇവൻ്റെ ഒരു നമ്മളുടെ ഇവിടുത്തെ SLC പോലെ ഒരു മോഡൽ എക്സാം ഇവർക്ക് നടത്തും. ആ മോഡൽ എക്സാമിൽ ഇവൻ ലിസണിങ്ങിലും റീഡിങ്ങിലും മാത്സിലും റിസൾട്ട് വന്നപ്പോൾ നീഡ് ടു ഇമ്പ്രൂവ് ആ വന്നിരിക്കുന്നത്. അത് പാസ്സായിട്ടില്ല. 50 മാർക്കിൽ 48, 47 അങ്ങനെ. അപ്പോൾ എനിക്കത് ശരിക്കും നിരാശയായിരുന്നു. കാരണം ഇവൻ ഇവിടെ നാട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അവിടെ വന്നപ്പോൾ അവനത് അത്രത്തോളം അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമമായിരുന്നു. അപ്പോൾ ഇവൻ്റെ അനിയനും എന്നും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എന്നും പരീക്ഷ പാസ്സാക്കി തരണേ പരിശുദ്ധ അമ്മയെന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൻ്റെ എക്സാം ദിവസം ഇവൻ ഉപ്പും എണ്ണ തേക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഇവൻ ഞങ്ങളുടെ കാശ് രൂപം ഇവൻ്റെ പോക്കറ്റിൽ ഞങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൻ എല്ലാത്തിനും മാക്സിമം മാർക്ക് 80 to 120 ആണ്. എല്ലാത്തിനും എബോവ് 100 മാർക്ക് വാങ്ങി അവൻ എല്ലാത്തിനും ഉന്നത വിജയം ലഭിച്ചു. പിന്നത്തെ എൻ്റെ ഒരു സാക്ഷ്യം വെച്ചാൽ കഴിഞ്ഞ ഒരു 3 months ബിഫോർ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അലിഗേഷൻ വരികയുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ അത് ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ ആ ദിവസങ്ങളിൽ വർക്ക് ചെയ്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്കും എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അത് ഞാൻ ഒത്തിരി വിഷമിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ അറിയാത്തൊരു കുറ്റമാണ്, ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മേനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് ഞാൻ അവിടെ മാതാവിൻ്റെ ചർച്ചിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, മല പോലെ വന്ന കാര്യം മഞ്ഞ് പോലെ ഉരുകിപ്പോയി. എൻ്റെ ആ കാര്യത്തിൽ നിന്നും എനിക്കത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അടുത്തത്. ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇവൻ ഡെലിവറി ആയി കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു അനഫ്ലാറ്റിക് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് അനഫ്ലാറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ തടിച്ചു വീർത്ത് ഞാൻ എഡിമ പോലെ ഭയങ്കര വീർത്ത് പോകുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നമ്മളത് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഫസ്റ്റത്തെ അനഫ്ലാറ്റിക് റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് 1-2 പ്രാവശ്യം പിന്നെയും ഈ കണ്ടീഷൻ വരികയുണ്ടായി. അപ്പോൾ UK പോകാൻ നേരത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു റിയാക്ഷനുള്ള ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇന്നേ വരെ 3 വർഷത്തിലേറെയായി ഇന്നേ വരെ ആ അസുഖം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അനഫ്ലാറ്റിക് റിയാക്ഷൻ എനിക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 2 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും എൻ്റെ സാലറി കിട്ടുമ്പോൾ ഒരു തുക ഞാൻ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റിനോ, മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിനാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ എല്ലാം എൽഡർലി പീപ്പിളാണ്. അപ്പോൾ എനിക്ക് അവരെല്ലാവരെയും സഹായിക്കാനും അവരൊരു ശരിക്കും എൻ്റെ ഒരു ഗ്രാൻഡ് പ പോലെ എനിക്ക് അവരെ സഹായിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അവിടെ എല്ലാ ദിവസവും ഒന്നും ഹോളി മാസ് ഇല്ല. മൺഡേയും വെനസ്ഡേയും ഫ്രൈഡേസൊക്കെ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന ഞങ്ങൾക്ക് അവിടെ ഉള്ള ഹോളി മാസ് അവൈലബിൾ ഉള്ള എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ പോവാറുണ്ട്. പിന്നെ പണ്ട് എനിക്ക് സൺഡേസിൽ മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. പക്ഷേ ഞാനത് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ സൺഡേസിലെ ഡ്യൂട്ടീസ് പരമാവധി കട്ട് ചെയ്ത് ഞാൻ വേറെ ദിവസങ്ങളിലേക്ക് മാറ്റി ഇപ്പോൾ സൺഡേസിലും എനിക്ക് ഹോളി മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. നേർച്ച വസ്തുക്കളെ മകൻ എൻ്റെ ഓസ്കി എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് എക്സാം ഹാളിൽ മീൻസ് പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് ഞാൻ വിതറിയിട്ടാണ് ഞാൻ പോയിരുന്നത്. അന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മകൻ്റെ എക്സാമിന് പോയപ്പോഴും മകന് കാശ് രൂപവും പിന്നെ ഉപ്പും കൊടുത്തിട്ടാണ് എണ്ണയും ഇതാക്കിയിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ലാസ്റ്റത്തെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ അന്ന് എൻ്റെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ അന്ന് ഉപ്പുമായിട്ടാണ് പോയത്. ഉപ്പ് ഞാൻ ആ ഹിയറിങ്ങിന് വിളിച്ച മാഡത്തിൻ്റെ കസേരയുടെ അടിയിൽ ആരും കാണാതെ ഇട്ടുകയും അത് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യം എല്ലാം സ്മൂത്തായി നടന്നു കിട്ടുകയും ചെയ്തത്.
അതുപോലെ തന്നെ ഇവരെന്നും സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കഴിച്ചിട്ടാണ് ഇവരെന്നും സ്കൂളിൽ പോകുന്നത്. അതുപോലെ ഞാനും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൊന്തയും അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു രൂപവും കയ്യിൽ പിടിച്ചിട്ടാണ്. അതെൻ്റെ ഒരു ശക്തിയാണ്. കാരണം എനിക്ക് എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വലിയൊരു കവചമായിട്ടാണ് എനിക്കത് കാണുന്നത്. അതില്ലാതെ ഞാൻ ഒരിക്കൽ പോലും വീടിൻ്റെ പുറത്തേക്കോ ഡ്യൂട്ടിക്കോ ഞാൻ പോവാറില്ല. ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലും ഇനിയും ഇടപെടണമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ, കൂട്ടായിരിക്കണമേ എന്നുള്ള എൻ്റെ സുഹൃത ജപം ഞാൻ എപ്പോഴും ചെല്ലുന്നത് പരിശുദ്ധ അമ്മേനോടാണ്. അതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. യാക്കോബ് 1:12 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അനുവദിക്കും. ബിന്ദു പോൾ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും ജീവിതം കടന്നു പോകുന്ന വഴികളിലുള്ള പ്രതിസന്ധികൾക്ക് അമ്മ മാതാവിൻ്റെ കരുതലും കരുത്തേറിയ സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നതാണ്. നാം ചിലപ്പോഴൊക്കെ ഓർക്കും, ഉടമ്പടി എടുത്ത് ഇത്ര നാളായി, ഇത്ര പുതുക്കിയിട്ടും പ്രത്യേകിച്ചൊരു മാറ്റവും എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്ന്. വലിയ വിഷയങ്ങളാണെങ്കിൽ അമ്മ മാതാവ് നമുക്കത് ഏറ്റവും മികച്ച രീതിയിൽ അനുഗ്രഹമായി ഒരുക്കിത്തരുവാൻ ചിലപ്പോൾ അല്പകാലം സമയമെടുത്തേക്കാം. ടൈം ലാഗിങ്ങും ഉടമ്പടിയുടെ ഒരു സംസ്കാരമാണ്. ഉടമ്പടി പദ്ധതിയിൽപ്പെട്ടതാണ് അല്പകാലം സമയം ദൈർഘ്യത്തിൽ പോവുകയെന്നത്. അത് ശുഭകരമാക്കുവാൻ വേണ്ടി, വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുന്നതിന് വേണ്ടി, ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നൊരു കാലമായി നാം കണ്ടെത്തുമ്പോൾ നമുക്ക് കൂടുതൽ വേഗത്തിൽ, കൂടുതൽ സന്തോഷത്തിൽ അമ്മ ഇടപെടുന്ന അവസരങ്ങൾ അറിയുവാനും അമ്മ നൽകുന്ന സമാധാനത്തിൽ ജീവിക്കുവാനും ഈശോ ശക്തിയോടുകൂടി തൻ്റെ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹമാകും വരെയും അമ്മ കൂടെയുണ്ട് എന്ന് ഉറപ്പ് കൈമാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ മകൾ പറയുന്നുണ്ട്, ആദ്യകാലത്ത് എനിക്കൊരു തരത്തിലും കാര്യങ്ങൾ നടക്കുന്നില്ലായിരുന്നു. UK പോകുവാൻ പ്രോസസ്സ് തുടങ്ങിയപ്പോൾ ആരാണ് എൻ്റെ അപേക്ഷ ഈ ഏജൻസിക്ക് അയച്ചു കൊടുത്തതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അവർ റെക്കമെൻഡ് ചെയ്തത് ആരെന്ന് ചോദിച്ചിട്ട് പേര് പറയുവാൻ പോലും എനിക്കില്ലായിരുന്നു. കാരണം അമ്മ ചില ഫയലുകൾ എടുത്താൽ അതിന് മറ്റൊരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. മാറ്റിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യം പൂർത്തീകരിക്കും വരെയും ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെ അമ്മ അംഗീകരിക്കുന്നു, അമ്മ സ്നേഹിക്കുന്നു, അമ്മ തൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ അനുഭവങ്ങൾക്കും, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾക്ക്, ക്ലേശനാളുകളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നൽകിയ കരുത്തിന്, സകല നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവയെ തരണം ചെയ്യുവാൻ കൊടുത്ത ആത്മധൈര്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.